ഉടമ്പടി വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ മക്കൾ ഓർക്കുക. അത് കർത്താവിന് പുനർസമർപ്പണം ചെയ്യുക. ഏതെങ്കിലും വിഷയത്തിൽ സാക്ഷ്യം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ആഴ്ചയിൽ തന്നെ പറഞ്ഞുകൊള്ളാമെന്ന് ഈശോയ്ക്ക് വാഗ്ദാനം കൊടുക്കുക. സാക്ഷ്യം ദൈവമഹത്വത്തിൻ്റെ ഒരർത്ഥക്കുദാശയാണ്. അതിലൂടെയും കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം, ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ചൊരിഞ്ഞ് നമ്മളെ സുവിശേഷമാകുന്നതുമായ ഒരു അപ്പോസ്തല ശുശ്രൂഷയാണ്. ആൻഡ് ഇറ്റ് ഇസ് എ ലേ അപ്പോസ്റ്റലിക് മിനിസ്ട്രി. കർത്താവേ, അങ്ങയുടെ മക്കളെ ഈ നിമിഷം അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, വേദനിക്കുന്ന എല്ലാവരുടെ മേലും കൈനീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികള്, സ്തുതിക്കട്ടെ മക്കളെ, രോഗികള്, പീഡിതര്, അസ്ഥിവേദന എടുക്കുന്നവര്, വിസർപ്പ രോഗികള്, സോറിയാസിന്റെ അസുഖമുള്ളവര്, അപ്പാ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഗർഭരോഗികള്, ഗർഭദശത്തിന് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് പറയുന്നവര്, അതിന്റെ പേരിൽ പേടിച്ചിരിക്കുന്നവര്, കിഡ്നി രോഗികള്, കിഡ്നി ചുങ്ങിപ്പോകുന്നവര്, കിഡ്നിയിൽ കല്ലുള്ളവര്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവര്, കർത്താവേ, അപ്പാ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹം തടസ്സമുള്ളവര്, ഈശോയെ, മക്കൾ ഇല്ലാത്തവര്, കർത്താവേ, വസ്തു വീടുമില്ലാത്തവര്, പെരുവഴി ആധാരം പോലെ ആയിപ്പോയവര്, കർത്താവേ, ജോലിക്ക് പ്രോസസ്സിംഗ് നടക്കാത്തവര്, പരീക്ഷ പരാജയപ്പെട്ടവര്, ഇനി പരീക്ഷ എഴുതാൻ പണമില്ലാത്തവര്, അവരെല്ലാം കർത്താവേ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കണ്ണുനീര് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരം മുഴുവൻ കുരുക്കളുള്ളവര്, ശരീരം മരവിച്ചവര്, വാതരോഗികൾ, വിസർപ്പ രോഗികള്, മുടി കൊഴിഞ്ഞു പോകുന്നവര്, തലയ്ക്ക് അകത്തും പുറത്ത് ശരീരത്തിന് മുഴയുള്ളവര്, ശരീരത്തിൽ പൊറുക്കാത്ത വ്രണങ്ങളുള്ളവര്, അപ്പാ പിതാവേ, കർത്താവേ, ഇപ്പോഴേ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അടുപ്പിടറ പോലെ, വൈദ്യ ആഘാതം പോലെ, ദൈവിക ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള് യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. വീണ്ടും ശ്രുതികട്ടെ. കർത്താവേ, ജോലിയില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി ഏതാണ്ട് അതേ റാങ്കിലുള്ള വിശ്വാസം വരണത് രാജസേവകൻ്റെ ഭൃത്യനെ ഈശോ സുഖപ്പെടുത്തണം. അത് യോഹന്നാൻ്റെ സുവിശേഷമാണ്, 4-ാം അധ്യായത്തിലെ 50-ാമത്തെ തിരുവചനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 50-ാമത്തെ തിരുവചനം. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. യേശു പറഞ്ഞ ആ വാക്ക് പറഞ്ഞ്, യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. രാജസേവന്റെ ഭൃത്യന് പനിയാണ്, കളച്ചിലായ പനിയാണ്, മരണകരമായ പനി. ഇപ്പം യഹൂദ അധികാരികൾ വിളിച്ചിട്ട് യേശുവിൻ്റെ അടുത്ത് വിടുന്നൊരു ഭാഗമാണിത്. അതായത് ഈ വിഷയത്തിലെ 50 വരണ വചനം, യേശു പറഞ്ഞ വചനം വിശ്വസിച്ച്
അവൻ പോയി. ഇതിലെന്നാ പറ്റിയത്? 4:51 പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യനെതിരെ വന്നു. അപ്പം പിന്നെ ചോദിക്കണത് ഏത് സമയത്താണ് അവൻ സൗഖ്യം പ്രാപിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഈശോയെ കണ്ട് ഈശോ എന്താ പറഞ്ഞു? 4:49 അതാണ് ഈശോ പറഞ്ഞ വാക്ക് ഉള്ളത്. യേശു പറഞ്ഞു പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് വാക്കതാണ്, യേശു പറഞ്ഞ വാക്കതാണ്. എന്താണ്? പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. ഇപ്പം ഇവിടെ വരുന്ന വിഷയം, നമ്മളിതൊക്കെ ഒത്തിരി കേട്ടവരാണ്, പക്ഷെ കേട്ടതല്ല പ്രശ്നം. കൃപാസനത്തിൻ്റെ ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കണത്, കർത്താവിയുടെ വചനം വിശദീകരിക്കുന്നത് ഏതെങ്കിലും ഒരു പുസ്തകം നോക്കിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടോ ഞാൻ ഇന്നുവരെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. ഈശോ തന്നെ നേരിട്ട് പറയണം. വചനം വായിക്കുമ്പോൾ ഈശോ വെളിപാട് നൽകണം, അല്ലെങ്കിൽ സുവിശേഷ ശുശ്രൂഷയുടെ സമയത്ത് ഈശോ വെളിപാട് നൽകണം. ആ ഒരു നിശ്ചയദാർഢ്യത്തിലാണ് നമ്മൾ ഈശോയെ ആശ്രയിച്ചാണ് ആൾക്കാർ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ 2 വിശ്വാസം നമുക്ക് കിട്ടി. എന്താണ്? ഒന്ന് രാജസേവകൻ്റെ, ഒന്ന് ശതാധിപൻ്റെ. ഈ രാജസേവകൻ്റെ വിഷയം കണ്ടോ? 4:49 അവൻ്റെ ഭൃത്യനോട് പറയണ ഇതാണ്, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. പക്ഷേ ഇവിടെ യേശുവിൻ്റെ വാക്ക് എങ്ങനെയാണ് ആക്ടിവേറ്റ് ആകണത്? എങ്ങനെയാണ് വചനം ആക്ടിവേറ്റ് ആകണം? ഇപ്പോൾ മൊബൈൽ ആക്ടിവേഷൻ നമുക്ക് ഒത്തിരി കേട്ടിട്ടുണ്ട്. നമ്മൾ വചനമെല്ലാം ഇതുപോലെ ആക്ടിവേഷൻ ഉണ്ടാകുകയാണ് നമ്മൾക്ക്. പക്ഷേ അതിന് നമ്മൾക്കതിൻ്റെ കൂടെ കറിയണം. വിശ്വാസത്തിനൊക്കെ ഒരു സ്നേഹത്തിൻ്റെ വിശ്വാസം ഒരു വ്യക്തിക്ക് വരുമ്പോൾ ആ വ്യക്തികളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇതിനെ ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയത്തില്ലേ? എന്താണ്? ഒരു 200 വാട്ടാണ് എങ്കിൽ സ്റ്റെപ്പ് അപ്പിൽ കയറ്റി വരുമ്പോൾ അത് ചിലപ്പോൾ 400 ഡെവലപ്പ് ചെയ്യും. ഇതൊരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വിഷയമാണ്. നമ്മുടെ ഉള്ളിൽ ഒരു കർത്താവിൻ്റെ വചനത്തിനെ ഇരട്ടിക്കരിക്കണ ഒരു സംവിധാനമുണ്ട്. അത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം, ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള എളിമ, ദൈവത്തോടുള്ള വിശ്വാസം, ദൈവത്തിന് ഓപ്ഷൻ വെക്കാത്ത അവസ്ഥ. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കണ എല്ലാം സ്റ്റെപ്പ് ഡൗൺ ആണ്. ദൈവം ഒരു 200 വോൾട്ട് നമ്മളെ കയറ്റിയാൽ ഇത് കയറി ഇറങ്ങുമ്പോൾ ഉടനെ ഇത് 100 വാട്ടായിട്ട് കുറയും. എന്താണ്? ഓരോ വ്യക്തികളുടെ ഉള്ളിലിരിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ആണ്. എന്താ കാര്യത്തിൽ ഇവർ ഓപ്ഷൻ വെക്കും. അതാണ് പ്രശ്നം. ഓപ്ഷൻ വെച്ചാൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഉടനെ നമ്മൾ യേശു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, വേറെ എന്തെങ്കിലും എന്ന സംവിധാനത്തിൻ്റെ ഓപ്ഷൻ ഉള്ളിൽ വെക്കും. ഇതാണ് സ്റ്റെപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു ഡിവൈൻ പവർ ട്രാൻസ്ഫോമറിൻ്റെ കൂട്ടത്തിൽ സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് വരുന്ന ഓപ്ഷൻസാണ്. ഓപ്ഷൻ വെക്കാത്തതാണ് ശരിക്കും സ്റ്റെപ്പപ്പായിട്ട് വരണത്. ഇപ്പം ശതാധിപനോട് എൻ്റെ രാജസേവകൻ്റെ ഭൃത്യനോട് അവരോട് പറഞ്ഞു പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ത് ചെയ്ത് ആ വാക്ക് അവൻ്റെ ഉള്ളിൽ സ്റ്റെപ്പപ്പായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ ഇടപാടുകൾക്കും ഈ സ്റ്റെപ്പപ്പ് ഉണ്ട്. അത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഓപ്ഷനില്ല. ഇപ്പം ദാവീദിൻ്റെ ഈ സ്റ്റെപ്പപ്പ് ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് ദാവീദിൻ്റെ ആ ഉരുളൻ കല്ലിലാണ്. ഗോലിയാത്തിനെ കാണുമ്പോൾ ദാവീദ് പറയുന്ന കുറച്ച് വചനങ്ങളുണ്ട്. എന്താണ് ദാവീദ് പറയുന്നത്? ദാവീദ് പറയണത്
ഞാൻ എൻ്റെ കർത്താവിലാണ് ആശ്രയിക്കുന്നത്, എനിക്ക് ഓപ്ഷൻ ഇല്ലെന്ന് പറയും. നിനക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. കുതിര ഒരു ഓപ്ഷനാണ് നിനക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, എനിക്ക് ഓപ്ഷൻ ഇല്ല. അവിടെയാണ് വിഷയം. പത്രോസ് യേശുവിനെ അവതരിപ്പിക്കുമ്പോൾ പറയും, നോ ഓപ്ഷൻ പ്ലേസ്, മറ്റൊരുവൻ രക്ഷയില്ല. ഇന്ന് സഭയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത് ഇതാണ്. കാര്യം ചില ദൈവശാസ്ത്രജ്ഞന്മാരെങ്കിലും യേശുവിന് ഓപ്ഷൻ വെക്കുന്നുണ്ട്. അവരാണ് എല്ലാം ശരിക്കാരുണ്ടല്ലോ, എല്ലാം ശരിയാണെന്ന് പറയും, ഓപ്ഷനാണത്. ദാവീദ് പറഞ്ഞു, നോ ഓപ്ഷൻ. നിൻ്റെ കയ്യിൽ കുതിര ഉണ്ടാകാം, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യണില്ലെന്ന് പറയും. നിൻ്റെ പരിചകൾ 700 ഷെക്കലാണ്, പക്ഷെ ഐ ഡോണ്ട് മൈൻഡ്. ഓപ്ഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയുന്നതാണ്. നിൻ്റെ കുന്തത്തിന് 13 അടി നീളമുണ്ടാകാം, പക്ഷെ ഐ ഡോണ്ട് മൈൻഡ്. ഇത് ഒരു വിശ്വാസി എക്കാലവും പ്രഖ്യാപിക്കാൻ ബാധ്യതയാണ്. നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഉണ്ടാകാം, പക്ഷെ വി വിൽ നോട്ട് മൈൻഡ്, നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. ഒരു പക്ഷേ നമ്മുടെ എതിർപക്ഷത്ത് സഭയെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികളിൽ സഭയുടെ വേഷം കെട്ടിട്ട വൈദികരുണ്ടാകാം, പക്ഷേ വി ഡോണ്ട് മൈൻഡ്. നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാമെന്ന് പറയത്തില്ലേ? സങ്കീർത്തനം എന്താ പറയണത്? ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാം. ഒരു മനുഷ്യൻ പോടാ പുല്ല് എന്ന് പറഞ്ഞിട്ടാണ് പൗലോസിൻ്റെ അനുസ്വാതന്ത്ര്യം ഉണ്ടായത്. നീ പോടാ, ഇതൊന്നും കാണിച്ച്, ഈ ഉമ്മാക്കിയൊന്നും കാണിച്ച് എൻ്റെ അടുത്ത് വരട്ടണ്ട. ഞാൻ കാഴ്ച ഇപ്പോൾ കാണുന്നുണ്ട്. നീയൊക്കെ എൻ്റെ തലയിൽ കല്ല് വലിച്ചെറിഞ്ഞിട്ടത് എൻ്റെ തലയൂട്ടി പൊട്ടിക്കുമ്പോഴും ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ കാഴ്ച കാണുന്നുണ്ട്. എന്താണ് കാഴ്ചയെന്നറിയാവോ? ഈ കാഴ്ച നീ കാണണമെങ്കിൽ ഒരു 10,000 ജന്മങ്ങൾ ഈ ഭൂമി ജനിക്കേണ്ടി വരും. ഞാനെന്താ കാണുന്നത്? സ്വർഗം തുറന്നിരിക്കണ ഞാൻ കാണുന്നുണ്ടെന്ന്. ആരാണ് പറഞ്ഞത്? സ്റ്റീഫൻ പറഞ്ഞതാ. നമ്മൾ 7:55 വരുമ്പോൾ അറിയാൻ പറ്റും. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 7:56. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഈ കാഴ്ച കാണണമെങ്കിലേ ഒരു 10,000 ജന്മങ്ങൾ ഇവിടെ ജനിച്ചിട്ടാൽ ഈ കാഴ്ച കാണത്തില്ല. ഈ കാഴ്ച കാണിക്കുന്ന ഒറ്റാൾ മാത്രമേ ഉള്ളൂ, മറ്റൊരുവൻ രക്ഷയില്ല. ആകാശത്തിനും ഭൂമിക്ക് മധ്യ മനുഷ്യരക്ഷ നൽകാൻ യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് ഈ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തെ വിശ്വസിക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്, സ്വർഗം തുറക്കണത്. സ്വർഗം എന്തും തുറന്നിരിപ്പുണ്ട് അവിടെ, പക്ഷെ അന്ധന്മാർ കാണുന്നില്ല. എന്താ കാരണം? അവൻ്റെ കണ്ണുകളിൽ എഴുതാൻ കർത്താവിൻ്റെ വചനത്തിൻ്റെ അഞ്ജനം മാത്രമേ ഉള്ളൂ. വെളിപാട് പുസ്തകം എന്താ പറയണത്? നീ കാഴ്ച പ്രാപിക്കാൻ കണ്ണിലെഴുതാനുള്ള അഞ്ജനം എന്നോട് വാങ്ങിക്കുകയെന്ന് 3:20 നമ്മൾ വായിക്കുന്നില്ലേ? ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ മഹത്വ കർത്താവേ സ്തോത്രം ദൈവമേ, ഹല്ലേലൂയ 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 യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വെളിപാട് 3:18. വെളിപാട് 3:18. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങിക്കുക. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ വചനമാണ് ഈ അഞ്ജനം. ആത്മാവിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള വചനമെന്ന് അഞ്ജനമെന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിന്റെ കണ്ണുകളെ അടഞ്ഞു കിടക്കുന്ന കണ്ണുകളെ തുറക്കുന്ന അഞ്ജനം എന്താണ്? കർത്താവിന്റെ വചനമാണ്. അതാണ് നമ്മൾ കണ്ടിരിക്കണം. 4:49 ഈ യഹൂദ പ്രമാണി രാജസേവകൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കാൻ വരുമ്പോൾ ആ മനുഷ്യൻ വിശ്വസിച്ച് പോകുന്നത്, ആ രാജസേവകൻ വിശ്വസിച്ച് പോവുകയാണ്. എന്താണ്? പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് പോവുകയാണ്. അവൻ്റെ കണ്ണുകളിൽ കർത്താവ് കാഴ്ചയുടെ അഞ്ജനം എഴുതി. ഈ അഞ്ജനം തന്നെയാണ് എസ്തപ്പാനോസിൻ്റെ കണ്ണുകളിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? കർത്താവാണ് ഏകരക്ഷകനെന്ന്.
ഞങ്ങൾ പലപ്പോഴും പരിശുദ്ധ അമ്മയെക്കുറിച്ച്, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരു വേദി എന്ന നിലയിൽ അമ്മ നമുക്ക് ഉടമ്പടി പ്രാർത്ഥന തന്നതിൻ്റെ പേരിൽ 10,000 യേശുവിനെ അറിഞ്ഞ് സഭയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അമ്മയെ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അമ്മയെ സൈഡ്ലൈൻ ചെയ്തുകൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അമ്മയെ എന്തുകൊണ്ടാണ് ഞങ്ങളിവിടെ ഏറ്റുപറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്ഷനില്ലാത്ത വിശ്വാസത്തിൻ്റെ കൈയും കാലും വെച്ച ആദ്യത്തെ രൂപത്തിൻ്റെ പേര് പരിശുദ്ധ അമ്മയെന്നാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, അഭിഷേകം ചെയ്യണമേ. ആരാധന. വിശ്വാസത്തോടെ പാടാം. ആരാധന പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. കഴിഞ്ഞ മാസം മെയ് 21 ഓൺലൈൻ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം പറയാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. DHA എക്സാമിനായിട്ട് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കോച്ചിങ്ങിനോ ക്ലാസ്സിനോ ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥനകളൊക്കെ ചൊല്ലുകയും ഇവിടുത്തെ പ്രാർത്ഥനകൾ ഓൺലൈനിൽ കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡേറ്റ് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നെടുക്കണം, ഏത് സെൻറ്റർ തിരഞ്ഞെടുക്കണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഡേറ്റ് എടുക്കാനായിട്ട് എൻ്റെ ഏജൻസി ഡേറ്റ് അയച്ചു തന്നു. അപ്പോൾ കുറേ ഡേറ്റ് ഉണ്ട്. അതിൽ നോക്കിയപ്പോൾ 7-ാം തീയതി ജൂൺ 7 എന്നുള്ളൊരു ഡേറ്റ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ജൂൺ 7 തന്നെ എടുക്കാം, മാതാവ് പ്രത്യക്ഷപ്പെട്ട ഡേറ്റ് ആണല്ലോ അന്നെന്ന്. പിന്നെ സെൻറ്റർ എടുക്കാൻ ആയിട്ടും എനിക്ക് ഏതെടുക്കണമെന്ന് ഭയങ്കര പ്രയാസമുണ്ടായിരുന്നു. അപ്പോൾ അവർ ഏജൻസിക്കാർ പറഞ്ഞു ബാംഗ്ലൂർ മാത്രമേ സെൻറ്റർ ഉള്ളൂ, അവിടെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂർ വരെ പോകണമല്ലോ, അവിടെ അറിയാത്ത സ്ഥലമാണ്, എങ്ങനെ പോകുന്നൊക്കെ ഒത്തിരി പ്രയാസപ്പെട്ടു. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട് ഈ സെൻറ്ററിൻ്റെ അടുത്താണെന്ന് അറിയുകയും അവിടെ പോയി താമസിക്കുകയും ഞാൻ ജൂൺ 7-ാം തീയതി പരീക്ഷയ്ക്ക് പോവുകയും ചെയ്തു. പരീക്ഷയ്ക്ക് പോയതിന് മുമ്പ് തന്നെ എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ നേർച്ച വസ്തുക്കളായ ഉപ്പും കാശുരൂപവും കൊണ്ടാണ് ഞാൻ പോയത്. എനിക്ക് അവിടെ ഓർണമെൻറ്റ്സ് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഡ്രസ്സിൽ ഇവിടുത്തെ കാശുരൂപം കുത്തിവെച്ചു. പിന്നെ ഉപ്പ് എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പായി ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഇടുകയും ചെയ്തു. പരീക്ഷയ്ക്ക് ഞാൻ കയറി. എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. 3 മണിക്കൂറിനുള്ളിൽ എനിക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനും പറ്റി. ഞാൻ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചിറങ്ങി. ഇന്നലെ ശനിയാഴ്ച രാവിലെ എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അതിനു മുമ്പേ തന്നെ എക്സാമിന് പോകുന്നതിന് 5 ദിവസം മുമ്പ് ഞാൻ എപ്പോഴും ഇവിടുത്തെ ഉടമ്പടി ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഒരു ഉടമ്പടി ഇവിടുത്തെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ കാണുകയുണ്ടായി. ഒരു സഹോദരൻ DHA എക്സാം എഴുതി, ഒന്നും പഠിക്കാൻ പറ്റിയില്ല, പക്ഷെ പരീക്ഷ എഴുതി റിസൾട്ട് വന്നു, പാസ്സായി എന്ന്. അതൊരു നീല ഷർട്ടിട്ട ഒരു സഹോദരനായിരുന്നു. അത് കണ്ടപ്പോൾ ഞാനും പ്രാർത്ഥിച്ചായിരുന്നു, എനിക്കും DHA എഴുതി പാസ്സാകാൻ പറ്റണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു.
അന്നേ ദിവസം വൈകുന്നേരം ഞാൻ ഈ കണ്ട സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിനും മമ്മിക്കും ഒക്കെ അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ട ആ സാക്ഷ്യം യൂട്യൂബ് ചാനലിൽ ഇല്ല. അപ്പം ഞാൻ കുറേ നോക്കി, അങ്ങനെ ഒരു സാക്ഷ്യമേ അതിൽ കാണാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി യൂട്യൂബിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ആ സാക്ഷ്യം അവിടെ ഉണ്ടാവുമല്ലോ, അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ യൂട്യൂബ് ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോൾ ഞാൻ അതിന് മുമ്പും അത് കഴിഞ്ഞും കണ്ടിട്ടുള്ള എല്ലാ സാക്ഷ്യങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ കണ്ട സാക്ഷ്യം മാത്രം ഹിസ്റ്ററി പോലും ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് തന്നെ എന്നെ കാണിച്ചു തന്നതാണ്. ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്ന് ഞാൻ അന്ന് പ്രാർത്ഥിച്ചു. ഇന്നലെ ആയിരുന്നു റിസൾട്ട് വന്നേ. ഇന്ന് തന്നെ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനും കഴിഞ്ഞു. ഇതുകൂടാതെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഇതിനു മുമ്പ് എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ചേച്ചിയുടെ കുഞ്ഞ് 2 വയസ്സുള്ള കുഞ്ഞ് ഒരു ദിവസം മോസ്കിറ്റോയിൻ്റെ ലിക്വിഡ് വായി വെക്കുകയും ഹോസ്പിറ്റലിലാവുകയും NICയിലാവുകയും ഒക്കെ ചെയ്തു. അന്ന് ഞങ്ങൾ കൊച്ചു കുഞ്ഞാണ്. ഡോക്ടർ പറഞ്ഞു ന്യൂമോണിയ ആവും, ഒരുപാട് സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞു. 3 ആശുപത്രിയിൽ കൊണ്ടുപോയും ഒരിടത്തും എടുത്തില്ല. അവസാനം എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയും അവിടെ NICയിൽ കയറ്റുകയും ചെയ്തു. അന്ന് ഞങ്ങൾ ക്യാൻഡിലേക്ക് റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുവായ തൈലം കുഞ്ഞിൻ്റെ നെറ്റിയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഒരാഴ്ച കൊണ്ട് കുഞ്ഞിന് വേറെ യാതൊരു പ്രശ്നവും കൂടാതെ ഡിസ്ചാർജ് ആകുവാനും പറ്റി. പിന്നെ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫൈനൽ ഇയർ എക്സാമിന് പഠിക്കുവാനായിട്ട് എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കൊറോണ സമയമായിരുന്നു. ക്ലാസ്സുകളൊന്നും നേരെ ഉണ്ടായിരുന്നുമില്ല. തനിയെ പഠിച്ച് എഴുതണമായിരുന്നു. അന്നും ഞാൻ ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാമിന് പോയത്. അതിൽ ഒരു സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര പാടുമായിരുന്നു. അതായിരുന്നു ആദ്യത്തെ എക്സാം. അന്ന് ഇതുപോലെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു പോയി എക്സാം എഴുതി. റിസൾട്ട് വന്നപ്പോൾ ഞാൻ എല്ലാ വിഷയത്തിനും പാസ്സായി നല്ല മാർക്കോടെ. പ്രത്യേകിച്ച് എനിക്ക് ആ ഏറ്റവും പാടുണ്ടായിരുന്ന സബ്ജക്റ്റിൽ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് മാർക്ക് എനിക്കുമായിരുന്നു. ഡിസ്റ്റിങ്ഷനിലൂടെ എനിക്ക് പാസ്സാവാനും പറ്റി. പിന്നെ എൻ്റെ മമ്മിക്ക് ഡിസ്കിന് പ്രശ്നമുണ്ടായിരുന്നു. ഒരുപാട് പ്രയാസപ്പെട്ട് വിഷമിക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു. എല്ലാവരും പറഞ്ഞു സർജറി വേണം, ഭയങ്കര സീരിയസ് ആണ്, നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, അങ്ങനെ ഒത്തിരി പ്രയാസം വിഷമമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ആ സമയത്തും ഇതുപോലെ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. ഒരു ഓപ്പറേഷനൊന്നും കൂടാതെ മരുന്നിലൂടെ തന്നെ മമ്മിക്ക് സുഖം പ്രാപിച്ചു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ വിവാഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. അതും മാതാവ് നടത്തി തന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 24 ഒരു കുടുംബ പങ്കാളിയെ ജീവിത പങ്കാളിയെ എനിക്ക് മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ആത്മീയ ജീവിതമായിട്ട് ഞാൻ എല്ലാ ദിവസവും ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥന രാവിലെ എഴുന്നേറ്റും വൈകുന്നേരം പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടുത്തെ ധ്യാനം ഓൺലൈനായിട്ട് കൂടാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞാനിവിടുത്തെ പ്രാർത്ഥനകളൊക്കെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ ഇവിടുത്തെ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും എൻ്റെ UK-യിലായിരിക്കുന്ന ഒരു സുഹൃത്തിന് ഞാൻ ഇവിടുത്തെ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത സുഹൃത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ട് ആവുന്ന വിധം എല്ലാവരോടും പറയുന്നുണ്ട്. ഈ വിശുദ്ധ ദിവസത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ അമ്മയുടെ നിന്നുകൊണ്ട് ഈ വിശുദ്ധാലയത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ഒരു സാക്ഷിയാകുവാൻ എന്നെ എൻ്റെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചനായ യേശുപ്പന് അമ്മ മാതാവിന് 1000 കോടി നന്ദി സ്തുതിയാഗങ്ങൾ അർപ്പിക്കുന്നു. ഞാനിത് ഉടമ്പടി എൻ്റെ പേര് സിന്ധു വിൻസെൻ്റ്, എൻ്റെ സ്വന്തം സ്ഥലം നെയ്യാറ്റിൻകര. ഞാനിവിടെ 2019 ഒക്ടോബർ മാസമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാനും കർത്താവിൻ്റെ വലത് കരത്തിൽ പിടിച്ച് അമ്മയുടെ ഇടത് കരത്തിൽ പിടിച്ചും എനിക്ക് യാത്ര ചെയ്യുവാൻ തൊക്കെയാണ് എൻ്റെ കർത്താവ് എന്നെ ഇടയാക്കി. പല പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നപ്പോഴും എൻ്റെ കർത്താവിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ ഇടയാക്കിയ ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ മകള് ഇളയ മകള് +2 പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഒരു വിഷയം പ്രയാസമായിരുന്നു. അത് ജയിച്ചു പോകത്തില്ലെന്ന് തന്നെ എപ്പോഴും പറയും, അമ്മേ ഞാൻ ജയിക്കത്തില്ല അമ്മ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പരീക്ഷ വന്നപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി അവളെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കാശ് രൂപവും അവളെ കയ്യിൽ കൊടുത്തു വിടുകയും
വിശുദ്ധ വസ്തു തൈലം കുരിശ് വരയ്ക്കുകയും കയ്യിലും നെറ്റിയിലും എല്ലാം കുരിശ് വരയ്ക്കുകയും ഉപ്പ് ഭക്ഷണമായി കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പരീക്ഷ എഴുതി കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് എന്നെ സാക്ഷിയാക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിന് ഫുൾ A+ കൊടുത്ത് ജയിപ്പിച്ചു. അതിന് കോടാനക്കോടി നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ വലിയ മോക്കും TTC പരീക്ഷയ്ക്ക് 4 സെം പരീക്ഷയ്ക്ക് ഫുൾ മാർക്കോടെ ജയിക്കുവാനും KTET പരീക്ഷ ജയിക്കുവാനും അവൾക്കൊരു പെർമനൻ്റ് ജോലി എൻ്റെ കർത്താവ് കൊടുത്ത് അവളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എൻ്റെ അമ്മ മാതാവിനും യേശുപ്പനും അതിന് 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ സഹോദരന് ഭവനമില്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഉടമ്പടിയിൽ വെച്ച് 6 ഉടമ്പടി നിയോഗം വെച്ചിരുന്നു. 6 ഉടമ്പടി നിയോഗവും സാധിച്ചു. അതിൽ ഭവനമില്ലാതിരുന്നു. ആ ഭവനം ഇപ്പോൾ ബേസ്മെൻറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനോടും അമ്മയോടും നമ്മൾ മുട്ടിപ്പായി ചോദിക്കുന്ന ഏത് കാര്യവും അമ്മ യേശുപ്പയോട് മധ്യസ്ഥ ചെയ്ത് അത് നടത്തി തരുമെന്ന് ഞാൻ എൻ്റെ സാക്ഷ്യം കൊണ്ട് പൂർണ്ണമായി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു. ഏത് കാര്യമായിരുന്നാലും അത് നടത്തിത്തരും. എത്ര പ്രതിസന്ധി ഇരുന്നായിരുന്നാലും നമ്മൾ വചനം വായിച്ച് ജപമാല ചൊല്ലി നമ്മൾ കർത്താവിൻ്റെ കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്ത് നമ്മൾ കർത്താവിനോട് പറ്റിച്ചേർന്ന് അപ്പാന്ന് വിളിച്ചാൽ നമ്മൾ കൂടെ വരുന്ന ദൈവത്തിൻ്റെയാണ് നാം ആശ്രയിച്ചിരിക്കുന്നത്. ഈ ഉടമ്പടി എന്ന് പറയുന്നത് തന്നെ കർത്താവ് കരം തരുന്ന ഒരവസ്ഥയാണ് ഉടമ്പടി. അത് സ്വർഗരാജ്യത്തിലോട്ട് നമ്മളെ ആനയിക്കുന്നതാണ്. അത് അച്ഛൻ എപ്പോഴും പറയും നിത്യരാജ്യത്തിൻ്റെ അവകാശമാണെന്ന്. അതുപോലെയാണ് എല്ലാ മക്കളും ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവരും ഇനി എടുക്കേണ്ടവരും